ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കമ്പനി ബോർഡ് എൽജിഎസിൻ്റെ സിലബസ് പ്രകാരമുള്ള 53ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിരുവനന്തപുരം ജില്ല കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ഇന്ന് നമ്മൾ എടുക്കുന്നത് കൊല്ലം ജില്ലയെക്കുറിച്ചാണ്. അപ്പോൾ ഓരോ ജില്ലകളായിട്ട് ഓരോ ദിവസം നമുക്ക് ചെയ്തു തീർക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ രാവിലെ നമ്മളൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 9 മണിക്ക്. പുതിയ SCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സീരീസും കൂടെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓഡിയോ ക്ലാസ് ആയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുപോലെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം 2 PDF ഡെയിലി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമയത്തിൻ്റെ ഒരു പരിമിതി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓഡിയോ ക്ലാസ് ആയിട്ട് ഞാനത് ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ SCERTയുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പ്രധാനപ്പെട്ടതെന്നല്ല, എല്ലാ ചോദ്യങ്ങളും ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരുമോ ആ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഐഡിയ പറഞ്ഞിരുന്നു. LGSൻ്റെ പുതിയ റാങ്ക് ഫയൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ റാങ്ക് ഫയൽ ഒരു ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് ആ ക്ലാസ്സുകൾ കാണുക. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പഠനം ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ ഉപകാരപ്പെടും. ഇനി ആ ക്ലാസ് ഓഡിയോ ക്ലാസ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫസ്റ്റ് മുതൽ അത് കാണണ്ട. അത് നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അത് ഓർഡറായിട്ട് ചെയ്യുന്നവരുണ്ടാകും. ചെറിയ ചാനലുകൾ എന്തായാലും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടാകും, ഏതെങ്കിലുമൊക്കെ ചാനൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾ ഒരു ചാനൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ, അതായത് ഒരു 10 ക്ലാസ് ചെയ്ത് വ്യൂ ഒന്നും ഇല്ലെങ്കിൽ അധിക ചാനൽ എന്ത് ചെയ്യും, ആ സീരീസ് അവിടെ അവസാനിപ്പിക്കും. പിന്നെ വ്യൂ ഉള്ള വീഡിയോ ഏതാണെന്ന് യൂട്യൂബിൽ തപ്പി നടന്ന് ആ വ്യൂ ഉള്ള, അതായത് റീസെൻ്റായിട്ട് ഇപ്പോൾ കറൻ്റ്ലി നല്ല റേറ്റിംഗുള്ള വീഡിയോ ഒക്കെ നോക്കി അതിനനുസരിച്ചാണ് സാധാരണ ചെയ്യാറ്. ഞാനും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ സാധാരണ ഉള്ള കാര്യം തുറന്നു പറയാലോ. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആദ്യം ഒരു ക്ലാസ് തുടങ്ങും, പിന്നെ അത് ബ്രേക്കാവും, പിന്നെ അടുത്തൊരു ഇത് തുടങ്ങും. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എന്ത് ചെയ്യണ്ട, ഒരു ചാനൽ ഈ ചാനൽ എക്സാം വരെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് എന്ത് ചെയ്യണ്ട, ഒരു സീരീസ് നിങ്ങൾ കാണാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വലിയ യൂട്യൂബേഴ്സ് ഉണ്ടാവുമല്ലോ, അതായത് 100K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള വലിയ യൂട്യൂബേഴ്സ്, അവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിൻ്റെയും പേര് സെർച്ച് ചെയ്യുക, ആ ക്ലാസ്സുകളുണ്ടെങ്കിൽ അത് കാണുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. സൈലം എൻട്രി പോലെയുള്ള, എൻട്രിയിൽ പുതിയ SCERTയുടെ ക്ലാസ്സുകൾ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സൈലത്തിൽ അവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ വായിച്ച് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഞാനെന്തായാലും SCERTയുടെ കംപ്ലീറ്റ് ചാപ്റ്ററും ഓഡിയോ ക്ലാസ് ആയിട്ട് ഞാനെന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അതായത് ആരോഗ്യത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ ക്ലാസ് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്, അത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് പോകാം. കമ്പനി ബോർഡ് LGS 53 പാർട്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന കൊല്ലം ജില്ലയെക്കുറിച്ചാണ്. ഓക്കെ. കൊല്ലം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. കൊല്ലം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. കൊല്ലം ജില്ലയിലെ നദികൾ ഏതൊക്കെയാണ്? കല്ലട, ഇത്തിക്കര, പള്ളിക്കൽ. കൊല്ലം ജില്ലയിലെ നദികൾ ഏതൊക്കെയാണ്? കല്ലട, ഇത്തിക്കര, പള്ളിക്കൽ. അതുപോലെ കൊല്ലം ജില്ലയിലെ കായലുകൾ ഏതൊക്കെയാണ്? അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, പരവൂർ കായൽ. കൊല്ലം ജില്ലയിലെ കായലുകൾ ഏതൊക്കെയാണ്? അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, പരവൂർ കായൽ. അപ്പോൾ നമ്മൾ ഈ കായലുകൾ, നദികൾ, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സുകൾ നമ്മൾ എന്തായാലും ചെയ്യും കേട്ടോ. ഓക്കെ. അതൊക്കെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യമായി പറഞ്ഞു, നമ്മൾ ഈ ജില്ലകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭൂമിശാസ്ത്രവും വ്യാവസായികവും അതുപോലെ അവിടുത്തെ കൃഷിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ.
അടുത്തത് കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ശെന്തുരുണി വന്യജീവി സങ്കേതങ്ങൾ. അതുപോലെ കൊല്ലം ജില്ലയിലെ ഡാം ഏതാണ്? തെന്മല ഡാമാണ്. കൊല്ലം ജില്ലയിലെ ഡാം ഏതാണ്? തെന്മല ഡാമാണ്. വന്യജീവി സങ്കേതം ഏതാണ്? ശെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 അതൊന്ന് ഓർത്ത് വെച്ചോ. വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? പാലരുവി വെള്ളച്ചാട്ടം, കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം, മണലാർ വെള്ളച്ചാട്ടം. കൊല്ലം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? പാലരുവി, കുംഭാവുരുട്ടി, മണലാർ. അതുപോലെ കൊല്ലം ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? തെന്മല ഇക്കോ ടൂറിസം, ജടായുപാറ, പാലരുവി വെള്ളച്ചാട്ടം, റോസ് മല, അതുപോലെ മൺട്രോ തുരുത്ത്, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. അപ്പോൾ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? തെന്മല ഇക്കോ ടൂറിസം, ജടായുപാറ, പാലരുവി വെള്ളച്ചാട്ടം, റോസ് മല, അതുപോലെ മൺട്രോ തുരുത്ത്, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. അടുത്തത് കുറച്ച് വിശേഷണങ്ങളാണ്. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയും ഏതാണ്? കൊല്ലം ജില്ലയാണ്. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? അതും കൊല്ലം ജില്ലയാണ്. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് ഏതാണ്? പുനലൂരാണ്. പുനലൂർ കൊല്ലം ജില്ലയിലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. കൊല്ലം നഗരത്തിൻ്റെ ഹോൾമാർക്ക് എന്നറിയപ്പെടുന്നതാണ് തേവള്ളി കൊട്ടാരമാണ്. കൊല്ലം ജില്ലയുടെ ഹോൾമാർക്ക് എന്നറിയപ്പെടുന്നത് തേവള്ളി കൊട്ടാരമാണ്. അപ്പോൾ ഇതൊക്കെ PSC മുൻപ് ചോദിച്ചതാണ്. പല LGS പരീക്ഷകൾക്കും ചോദിച്ച ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ 6 ചോദ്യങ്ങളും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇതിൻ്റെ PDF ക്ലാസ് കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന 5 ജില്ലകളിൽ ഒന്നാണ് ഇത് കൊല്ലം ജില്ല. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന 5 ജില്ലകളിൽ ഒന്നാണ് കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? അത് കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലം ജില്ലയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ണൂരാണ്. മൊത്തം 9 ജില്ലകളിലാണ് കടൽ തീരമുള്ള ജില്ലകൾ. ഈ 2 ചോദ്യങ്ങളും ഈ അടുത്ത PSC ചോദിച്ചതാണ്. ഇൽമനൈറ്റ്, മോണസൈറ്റ് എന്നീ ധാതുക്കളുടെ നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഇൽമനൈറ്റ്, മോണസൈറ്റ് എന്നീ ധാതുക്കളുടെ നിക്ഷേപം ധാരാളം കാണപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? അത് കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. ഓക്കെ. അപ്പോൾ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ തുണി മില്ല്, അതുപോലെ പുസ്തക പ്രസാധകശാല എന്നിവ സ്ഥാപിതമായ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ തുണി മില്ല്, പുസ്തക പ്രസാധകശാല എന്നിവ സ്ഥാപിതമായ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട ജലസേചന പദ്ധതിയാണ്. ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പലതവണ PSC ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം അതേതാണ്? അത് വെള്ളായണി കായലാണ്. ഓക്കെ. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായലാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ മുള കണ്ടെത്തിയ പട്ടാഴി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുള കണ്ടെത്തിയ പട്ടാഴി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്.
കൺസ്യൂമർ ഫെഡിന്റെ സഞ്ചരിക്കുന്ന മൊബൈൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ആദ്യമായി ആരംഭിച്ച ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കൺസ്യൂമർ ഫെഡിന്റെ സഞ്ചരിക്കുന്ന മൊബൈൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ആദ്യമായി ആരംഭിച്ച ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരട്ട മത്സ്യബന്ധന തുറമുഖങ്ങളായ നീണ്ടക്കരയും ശക്തികുളങ്ങരയും സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരട്ട മത്സ്യബന്ധന തുറമുഖങ്ങളായ നീണ്ടക്കരയും ശക്തികുളങ്ങരയും സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം ഏതാണ്? കൊല്ലം ജില്ലയാണ്. വയോമിത്രം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. വയോമിത്രം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ ചീന കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അതും കൊല്ലം ജില്ലയാണ്. ചീന കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അതും കൊല്ലം ജില്ലയാണ്. സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ ചെമ്മീൻ, എള്ള് എന്നിവയുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ചെമ്മീൻ, എള്ള് എന്നിവയുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് എവിടെയാണ്? തെന്മലയാണ്. ഇതെവിടെയാണ്? തെന്മല എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏതാണ്? തെന്മലയാണ്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്കും തെന്മലയാണ്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്കും എവിടെയാണ്? തെന്മലയിലാണ്. 2008 ഇത് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ പേപ്പർ മില്ല് എവിടെയാണ്? പുനലൂരാണ്. അതേത് വർഷം? 1888 കേരളത്തിലെ ആദ്യ പേപ്പർ മില്ല് എവിടെയാണ്? പുനലൂരാണ്. പുനലൂര് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ അതുപോലെ തെക്കേ ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യ തൂക്കുപാലവും ഏതാണ്? അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലവും ഏതാണ്? പുനലൂർ തൂക്കുപാലമാണ്. കേരളത്തിലെയും അതുപോലെ തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലം ഏതാണ്? പുനലൂർ തൂക്കുപാലമാണ്. അപ്പോൾ 2 ചോദ്യമാണ്. കേരളത്തിലെ ആദ്യ തൂക്കുപാലം ഏതാണ്? പുനലൂർ തൂക്കുപാലമാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? പുനലൂർ തൂക്കുപാലമാണ്. കേരളത്തിലെ ആദ്യ കളിമൺ ഫാക്ടറി എവിടെയാണ്? കുണ്ടറയിലാണ്. കേരളത്തിലെ ആദ്യ കളിമൺ ഫാക്ടറി എവിടെയാണ്? കുണ്ടറയിലാണ്. കേരളത്തിലെ ആദ്യ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ്? TKM എഞ്ചിനീയറിംഗ് കോളേജാണ്. കേരളത്തിലെ ആദ്യ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ്? TKM എഞ്ചിനീയറിംഗ് കോളേജാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജ് നിലവിൽ വന്നത് 1958 അപ്പോൾ കുണ്ടറയും അതുപോലെ TKM എഞ്ചിനീയറിംഗ് കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ ഏതാണ്? നീണ്ടക്കരയാണ്. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നീണ്ടക്കരയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. 2005 നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. അപ്പോൾ ഇതൊക്കെ കൊല്ലം ജില്ലയിലാണ്. ഈ ചോദ്യങ്ങളൊക്കെ പല തവണയായിട്ട് PSC ചോദിച്ച ചോദ്യങ്ങളാണ്. കേരളത്തിലെ ആദ്യ ESI മെഡിക്കൽ കോളേജ് എവിടെയാണ്? പാരിപ്പള്ളിയാണ്. കേരളത്തിലെ ആദ്യ ESI മെഡിക്കൽ കോളേജ് എവിടെയാണ്? പാരിപ്പള്ളിയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? കൊല്ലം ടു ചെങ്കോട്ടയാണ്. 1904 ഇത് നിലവിൽ വന്നത്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ പാത എവിടെ മുതൽ എവിടം വരെയാണ്? കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്. PSC ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യ ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചവറയിലാണ്. ഇന്ത്യയിലെ ആദ്യ ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചവറയിലാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കൗശൽ കേന്ദ്രം സ്ഥാപിതമായതും എവിടെയാണ്? ചവറയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൗശൽ കേന്ദ്രം സ്ഥാപിതമായതും ചവറയിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ ദേശീയ ജലപാത
NW3 ആണ് പല തവണയായിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇത് എവിടം മുതൽ എവിടം വരെയാണ്? കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. ആദ്യം കൊല്ലം മുതൽ കുറ്റിപ്പുറം വരെയായിരുന്നു, ഇപ്പോൾ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യ ദേശീയ ജലപാത ഏതാണ്? NW3 ആണ്, കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം ഏതാണ്? പന്മനയാണ്. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം ഏതാണ്? പന്മനയാണ്. കേരളത്തിൽ ആദ്യമായി ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമം ഏതാണ്? കൊല്ലം ജില്ലയിലെ മേലില ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമം ഏതാണ്? കൊല്ലം ജില്ലയിലെ മേലില ഗ്രാമമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി, പലതവണ PSC ചോദിച്ചിട്ടുണ്ട്, കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലടയാണ്. കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി കൊല്ലം ജില്ലയിലെ പെരിനാടാണ്. കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പെരിനാടാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ലയായി പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലാണ്, കേരളത്തിലല്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ലയായി പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശമാണ് തങ്കശ്ശേരി. ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശം ഏതാണ്? തങ്കശ്ശേരിയാണ്. അതുപോലെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് തങ്കശ്ശേരി ബീച്ച് എന്ന് പറയുന്നത്. വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് തങ്കശ്ശേരി ബീച്ച്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അപ്പോൾ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രം ഏതാണ്? തങ്കശ്ശേരി ബീച്ചാണ്. അതുപോലെ തന്നെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. 1940 തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ പുനർനിർമ്മാണ ജോലികൾക്ക് നേതൃത്വം നൽകിയതാരാണ്? AN സീൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. 1940 തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ പുനർനിർമ്മാണ ജോലികൾക്ക് നേതൃത്വം നൽകിയതാരാണ്? AN സീലാണ്. പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച തോമസ് കോട്ട, പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. തോമസ് കോട്ട സ്ഥിതി ചെയ്യുന്ന പ്രദേശം എവിടെയാണ്? തങ്കശ്ശേരിയാണ്. അപ്പം തോമസ് കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അങ്ങനെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. അതായത് ചേരുംപടി ചേർക്കുക എന്നുള്ള ഒരു ഭാഗത്ത് വരുന്ന ഒരു ചോദ്യമാണ്. തോമസ് കോട്ട ആരാണ് പണി കഴിപ്പിച്ചത്? പോർച്ചുഗീസുകാരാണ്. ഈ തോമസ് കോട്ട സ്ഥിതി ചെയ്യുന്ന പ്രദേശം എവിടെയാണ്? തങ്കശ്ശേരിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം എവിടെയാണ്? ചവറയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം ഏതാണ്? ചവറയാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് എവിടെയാണ്? 1952 ചവറയിലാണ് അരങ്ങേറിയത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് 1952 ചവറയിലാണ്. ഇളയിടത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊട്ടാരക്കരയാണ്. ഇളയിടത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊട്ടാരക്കരയാണ്. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കൊട്ടാരക്കര. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഇവിടെ? കൊട്ടാരക്കര. ഇതും PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. അപ്പം കഥകളിയുടെ ആദ്യ രൂപം എന്താണ്? അത് രാമനാട്ടമാണ്. രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. PSC ചോദിച്ചിട്ടുണ്ട്. പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആര്യങ്കാവ് ചുരമാണ്. അതുപോലെ എന്താണ്, മറ്റൊരു PSC ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? കുന്നത്തൂർ താലൂക്കാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? കുന്നത്തൂർ താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്കും ഏതാണ്?
കുന്നത്തൂർ താലൂക്കാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കും അതുപോലെ കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്കും ഏതാണ്? കുന്നത്തൂർ താലൂക്കാണ്. പുനലൂർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വാട്ടർ സിറ്റി എന്നാണ്, ജലനഗരം എന്നാണ് പുനലൂർ എന്ന വാക്കിൻ്റെ അർത്ഥം. പുനലൂർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലനഗരം. അതുപോലെ കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശവും ഏതാണ്? പുനലൂരാണ്. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശവും ഏതാണ്? പുനലൂരാണ്. 1964 സിരിമാവോ ശാസ്ത്രി കരാർ പ്രകാരം ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനായി രൂപീകരിച്ച റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പുനലൂരാണ്. 1964 സിരിമാവോ ശാസ്ത്രി കരാർ പ്രകാരം ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനായി രൂപീകരിച്ച റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പുനലൂരാണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പുനലൂരാണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പുനലൂരാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. ഇത് ഇന്ത്യയിലെ മൂന്നാമത്തെ നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമും കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും PSC പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? കൊല്ലമാണ്. അതുപോലെ ഇന്ത്യയിലെ മൂന്നാമത്തെ നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമും ഏതാണ്? കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ജംഗ്ഷൻ ഏതാണ്? കൊല്ലം റെയിൽവേ ജംഗ്ഷനാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ജംഗ്ഷൻ ഏതാണ്? കൊല്ലം റെയിൽവേ ജംഗ്ഷനാണ്. NW3യെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം 1993. ഇതും PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. NW3യെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത് 1993. കേരളത്തിലെ ആദ്യ ദേശീയ ജലപാത NW3 ബന്ധിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ പഠിച്ചു, കൊല്ലം മുതൽ കോഴിക്കോട് വരെയുണ്ട്. 2015 നാഷണൽ വാട്ടർവേസ് ബിൽ പ്രകാരം കോട്ടപ്പുറത്ത് നിന്നും കോഴിക്കോട് വരെ ഇതിൻ്റെ പരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഓപ്ഷനിൽ കൊല്ലം ടു കോഴിക്കോട് എന്നാണെങ്കിൽ നിങ്ങൾ അത് തന്നെ അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഓപ്ഷനിൽ കോഴിക്കോടില്ല കോട്ടപ്പുറം എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുക? ആ കോട്ടപ്പുറം അറ്റൻഡ് ചെയ്താൽ മതി. PSC പല തവണയായിട്ട് ഈ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്തിടെ ഇന്ത്യൻ കരസേന ഏനാത്ത് ബെയ്ലി പാലം നിർമ്മിച്ചത് ഏത് നദിക്ക് കുറുകെയാണ്? കല്ലട നദിക്ക് കുറുകെയാണ്. അടുത്തിടെ ഇന്ത്യൻ കരസേന ഏനാത്ത് ബെയ്ലി പാലം നിർമ്മിച്ചത് ഏത് നദിക്ക് കുറുകെയാണ്? ഏത് നദിക്ക് കുറുകെയാണ്? കല്ലട നദിക്ക് കുറുകെയാണ്. പുറ്റിങ്കൽ ദുരന്തം നടന്നത് പറവൂരാണ്. 2016 ഏപ്രിൽ 10 ഈ ഒരു ദുരന്തം നടന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പുറ്റിങ്ങൽ ദുരന്തം നടന്നത് പരവൂറാണ്. 2016 ഏപ്രിൽ 10 ഈ ഒരു ദുരന്തം നടന്നത്. അടുത്ത ചോദ്യം, പുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ ആദ്യ കമ്മീഷൻ ഏതാണ്? N കൃഷ്ണൻ നായർ കമ്മീഷനാണ്. പുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ ആദ്യ കമ്മീഷൻ ഏതാണ്? N കൃഷ്ണൻ നായർ കമ്മീഷനാണ്. അതുപോലെ പുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ ഏതാണ്? S ഗോപിനാഥ് കമ്മീഷനാണ്. അപ്പം രണ്ടും ഒന്ന് ഓർത്തു വെച്ചോ. പുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ ആദ്യ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? N കൃഷ്ണൻ നായർ കമ്മീഷനാണ്. അതുപോലെ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്, അതായത് പുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതാണ് S ഗോപിനാഥ് കമ്മീഷൻ. ഓക്കെ. അപ്പോൾ ആ ഒരു 2 പോയിന്റുകളൊന്ന് ഓർത്തു വെച്ചോ. ഇന്ത്യയിലെ ആദ്യ ഹൗസിംഗ് ബോട്ട് നിർമ്മിച്ച സ്ഥലം എവിടെയാണ്? ആലുംകടവാണ്. ഇന്ത്യയിലെ ആദ്യ ഹൗസിംഗ് ബോട്ട് നിർമ്മിച്ച സ്ഥലം എവിടെയാണ്? ആലുംകടവാണ്. കെട്ടുവള്ളങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഏത്? ആലുംകടവ്. PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഹൗസിംഗ് ബോട്ട് നിർമ്മിച്ച സ്ഥലം എവിടെയാണ്? ആലുംകടവാണ്.
കെട്ടുവള്ളങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ആലുംകടവ്. അടുത്ത ചോദ്യം, പല്ലവന്മാരുടെ കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് കോട്ടുകാൽ ഗുഹാക്ഷേത്രം. പല്ലവന്മാരുടെ കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് കോട്ടുകാൽ ഗുഹാക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമാണ് ഏത്? പെരുമൺ തീവണ്ടി അപകടം. ഇത് നടന്നതെന്നാണ് 1988 ജൂലൈ 8-നാണ് പെരുമൺ തീവണ്ടി അപകടം നടന്നത്. അപ്പോൾ ഇതും PSC ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തം എന്നറിയപ്പെടുന്നത് പെരുമൺ തീവണ്ടി അപകടമാണ്. ഇത് നടന്നത് 1988 ജൂലൈ 8-നാണ്. അതുപോലെ പുറ്റിങ്ങൽ ദുരന്തം നടന്നതോ? അത് 2016 ഏപ്രിൽ 10-നാണ് പുറ്റിങ്ങൽ ദുരന്തം നടന്നത്. പെരുമൺ ദുരന്തത്തിൽ പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞ തീവണ്ടി ഏതാണ്? ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ആണ്. ഇതും നോട്ട് ചെയ്ത് വെച്ചോ. പെരുമൺ ദുരന്തത്തിൽ പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞ തീവണ്ടി ഏതാണ്? ബാംഗ്ലൂർ ടു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ആണ്. കൊല്ലം ജില്ലയിൽ ധാരാളമായി ചീനക്കളിമണ്ണ് കണ്ടെത്തിയ സ്ഥലം ഏതാണ്? കുണ്ടറയാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ധാരാളമായി ചീനക്കളിമണ്ണ് കണ്ടെത്തിയ സ്ഥലം ഏതാണ്? കുണ്ടറയാണ്. കേരള സിറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും കുണ്ടറയിലാണ്. കേരള സിറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? കുണ്ടറയിലാണ്. പുരാതന കാലത്ത് മാർത്ത എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇത്? കരുനാഗപ്പള്ളി. പുരാതന കാലത്ത് മാർത്ത എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഏത്? കരുനാഗപ്പള്ളി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം ഉള്ളതായി ഭാഭ ആറ്റോമിക് റിസർച്ച് കണ്ടെത്തിയ സ്ഥലമാണ് കരുനാഗപ്പള്ളി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം ഉള്ളതായി ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? കരുനാഗപ്പള്ളിയാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് ഇത്? പന്മന. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് പന്മന. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടെയാണ്? കൊല്ലത്താണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടെയാണ്? കൊല്ലത്താണ്. കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കല്ലടയാർ നദിയാണ്. PSC ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കല്ലടയാറാണ്. അതുപോലെ പുനലൂർ തൂക്കുപാലം സ്ഥാപിച്ച വർഷം എന്താണ്? 1877-ലാണ്. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച വർഷം എന്നാണ്? 1877. പുനലൂർ തൂക്കുപാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോ. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലഘട്ടം ഒന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചോദ്യങ്ങൾ നമുക്ക് ഏകദേശം വർഷം അറിയാണ്ട് തന്നെ ഏകദേശം, അതായത് കൃത്യമായിട്ട് നമുക്ക് ആ ഭരണാധികാരി ഏതൊക്കെ വർഷങ്ങളിലാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് എന്നുള്ള ആ ഒരു കാലഘട്ടം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി ആൽബർട്ട് ഹെൻറിയാണ്. പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി ആരാണ്? ആൽബർട്ട് ഹെൻറിയാണ്. പുനലൂർ തൂക്കുപാലത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന ദേശീയ പാതയാണ് കൊല്ലം ടു കോട്ടവാസൽ. NH 208 ഇതിന്റെ പുതിയ പേരെന്താണ്? NH 744. അപ്പം മുമ്പത്തെ പേരായിരുന്നു NH 208. ഇതിന്റെ പുതിയ പേരാണ് NH 744. അപ്പം പുനലൂർ തൂക്കുപാലത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന ദേശീയപാതയാണ് കൊല്ലം ടു കോട്ടവാസൽ. ഇതിന്റെ പേരെന്താണ്? NH 744. ഇതിന്റെ പഴയ പേരെന്താണ്? NH 208. അപ്പോൾ ഓപ്ഷനിൽ NH 208 മാത്രമേ ഉള്ളൂ എങ്കിൽ അത് അപ്ലൈ ചെയ്യുക. അതുപോലെ NH 744 ആണെങ്കിൽ NH 744 ആൻസർ ചെയ്യുക. ഓക്കെ. CV കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? മയ്യനാടാണ്. ഏത് വർഷമാണ്? 1911. അപ്പം കൗമുദി പത്രം ആരംഭിച്ചത് ആരാണ്? CV കുഞ്ഞിരാമനാണ്. അതൊരു ചോദ്യമാണ്. കൗമുദി പത്രം ആരംഭിച്ചത് ആരാണ്? CV കുഞ്ഞിരാമനാണ്. കൗമുദി പത്രം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? മയ്യനാടാണ്.
കൗമുദി പത്രം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1911 3-4 ചോദ്യങ്ങൾ ഈ ഒറ്റൊരു വരിയിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ CV കുഞ്ഞിരാമൻ ആരംഭിച്ച പത്രമാണ് കേരള കൗമുദി. സ്ഥലം എവിടെയാണ്? മയ്യനാടാണ്. കേരള കൗമുദി പത്രം ആരംഭിച്ചത് 1911. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് തെന്മല അണക്കെട്ടാണ്. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് തെന്മല അണക്കെട്ടാണ്. ആശ്രാമം മൈതാനം, പീരങ്കി മൈതാനം, അതുപോലെ എന്താണ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. പീരങ്കി മൈതാനത്തിന് മറ്റൊരു പേരാണ് കന്റോൺമെന്റ് മൈതാനം എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ആശ്രാമം മൈതാനം, പീരങ്കി മൈതാനം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. തിരുമുല്ലവാരം ബീച്ച് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. തിരുമുല്ലവാരം ബീച്ച് സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം PSC ചോദിച്ചിട്ടുണ്ട്. ചടയമംഗലത്താണ്, അല്ലെങ്കിൽ ചിതറ എന്നുണ്ടാവും. അപ്പോൾ ചടയമംഗലം ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചടയമംഗലം കൊടുക്കുക. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം എവിടെയാണ്? ചടയമംഗലം. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവാരാണ്? MN ഗോവിന്ദൻ നായരാണ്. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവാരാണ്? MN ഗോവിന്ദൻ നായരാണ്. ലക്ഷം വീട് പദ്ധതി ഏത് വർഷമാണ് ആരംഭിച്ചത്? 1972. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് ഇവിടെ? നീണ്ടകര. 1953 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലം എവിടെയാണ്? നീണ്ടകരയാണ്. 1953 ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? അഴീക്കലാണ്. കൊല്ലം ജില്ലയിലെ അഴീക്കലാണ് ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം ആരംഭിച്ചത്. ഇതേത് വില്ലേജിലാണ്? ആലപ്പാട് വില്ലേജിലാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം ആരംഭിച്ച ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. എവിടെയാണ്? അഴീക്കലാണ് ഇത് നിർമ്മിച്ചത്. വില്ലേജ് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പാട് വില്ലേജ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട 13 കണ്ണറപ്പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട 13 കണ്ണറപ്പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. സേതു ലക്ഷ്മിബായി പാലം എന്നറിയപ്പെടുന്നത് നീണ്ടക്കര പാലമാണ്. സേതു ലക്ഷ്മിബായി പാലം എന്നറിയപ്പെടുന്നത് നീണ്ടക്കര പാലമാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്തെ ജടായു പാറയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്തെ ജടായു പാറ. ജടായു മംഗലം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് പിൽക്കാലത്ത് ചടയമംഗലം എന്നറിയപ്പെട്ടത്. അപ്പം ജടായുമംഗലം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു ഏത്? ചടയമംഗലം പ്രദേശം. ജടായു പക്ഷി പ്രതിമയുടെ ശില്പി ആരാണ്? രാജീവ് ആഞ്ചലാണ്. ജടായു പക്ഷി പ്രതിമയുടെ ശില്പി ആരാണ്? രാജീവ് ആഞ്ചലാണ്. ജടായു നാഷണൽ പാർക്കിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അത് സുരേഷ് ഗോപിയാണ്. ജടായു നാഷണൽ പാർക്കിന്റെ ബ്രാൻഡ് അംബാസഡർ സുരേഷ് ഗോപിയാണ്. കേരളത്തിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച പോലീസ് കമ്മീഷണർ ഓഫീസ് ഏതാണ്? കൊല്ലം പോലീസ് കമ്മീഷണർ ഓഫീസാണ്. അപ്പം കേരളത്തിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച പോലീസ് കമ്മീഷണർ ഓഫീസ് ഏതാണ്? കൊല്ലം പോലീസ് കമ്മീഷണർ ഓഫീസാണ്. കല്ലട നദി, അഷ്ടമുടിക്കായൽ എന്നിവയാൽ ചുറ്റപ്പെട്ട 8 ചെറുദ്വീപുകളുടെ കൂട്ടമാണ് മൺട്രോ തുരുത്ത്. അപ്പോൾ ഈ മൺട്രോ തുരുത്ത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ കല്ലട നദി, അഷ്ടമുടിക്കായൽ എന്നിവയാൽ ചുറ്റപ്പെട്ട 8 ചെറുദ്വീപുകളുടെ കൂട്ടമാണ് ഏത്? മൺട്രോ തുരുത്ത്. കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ ചേരുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മൺട്രോ ദ്വീപ്. കൊല്ലം ജില്ലയിലെ മൺട്രോ ദ്വീപ്. കല്ലടയാറും അതുപോലെ അഷ്ടമുടിക്കായലും തമ്മിൽ ചേർന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഇത്? മൺട്രോ ദ്വീപ്. കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ഈ പ്രദേശത്തിന് മൺട്രോ തുരുത്ത് എന്ന പേര് ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? മൺട്രോ തുരുത്താണ്. PSC ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യമായി കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? മൺട്രോ തുരുത്താണ്.
ഷെന്തുരുണി വനമേഖലയെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1984. ഷെന്തുരുണി വനമേഖലയെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1984. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഷെന്തുരുണി. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? അത് ഷെന്തുരുണിയാണ്. ഏതാണ് വൃക്ഷം? ഗ്ലൂട്ട ട്രാവൻ കോറിക്ക എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഗ്ലൂട്ട ട്രാവൻ കോറിക്ക എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഷെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പത്തനാപുരം താലൂക്കാണ്. ഷെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പത്തനാപുരം താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം നേരത്തെ നമ്മൾ പഠിച്ചു, ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകമാണ് ഇത് ശാസ്താംകോട്ട കായൽ. എഫ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. എഫ് ആകൃതിയിലാണ് ശാസ്താംകോട്ട കായൽ കാണപ്പെടുന്നത്. കൊല്ലം പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ്? അഷ്ടമുടി കായലിൻ്റെ തീരത്താണ്. കൊല്ലം പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ്? അഷ്ടമുടി കായലിൻ്റെ തീരത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് ഇത് അഷ്ടമുടി കായൽ. ഏറ്റവും വലിയ കായൽ ഏതാണ്? അത് വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. ആശ്രാമം കായൽ ഈ അടുത്ത് PSC ചോദിച്ചിട്ടുണ്ട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് ഇത് അഷ്ടമുടി കായൽ. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് ഇത് അഷ്ടമുടി കായൽ. കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സേവനം ആരംഭിച്ചത് എവിടെയാണ്? അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സംവിധാനം ആരംഭിച്ചത് അഷ്ടമുടി കായലിലാണ്. അതുപോലെ അഷ്ടമുടി കായലിനെ കടലുമായി ബന്ധിപ്പിക്കുന്നത് നീണ്ടക്കര അഴിയാണ്. അഷ്ടമുടി കായലിനെ കടലുമായി ബന്ധിപ്പിക്കുന്നത് നീണ്ടക്കര അഴിയാണ്. കൊല്ലം നഗരത്തിന്റെ ശില്പി ആരാണ്? മാർസാപ്പീർ ഈശോയാണ്. പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. കൊല്ലം നഗരത്തിന്റെ ശില്പി ആരാണ്? മാർസാപ്പീർ ഈശോയാണ്. പ്രാചീന കാലത്ത് ദേശിംഗനാട്, തെൻവഞ്ചിനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കൊല്ലം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചു. പ്രാചീന കാലത്ത് ദേശിംഗനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? കൊല്ലമാണ്. പ്രാചീന കാലത്ത് തെൻവഞ്ചിനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? കൊല്ലമാണ്. പ്രാചീന കാലത്ത് ജയസിംഹനാട് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കൊല്ലം ജില്ലയാണ്. ആ പ്രദേശം കൊല്ലം എന്നാണ്. അത് കൊല്ലത്തിന്റെ ജില്ല എന്ന് നമ്മൾ പറയണ്ട. പണ്ട് കാലത്ത് പ്രാചീന കാലത്ത് ദേശിംഗനാട് എന്നറിയപ്പെടുന്ന പ്രദേശം കൊല്ലം. ആ കൊല്ലം ആ ഒരു സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. പന്തലായനി എന്ന മലബാറിൽ അറിയപ്പെടുന്ന ജില്ലയാണിത് കൊല്ലം. പന്തലായനി ഓർത്തു വെച്ചോ. പന്തലായനി കൊല്ലം. പന്തലായനി എന്ന് മലബാറിൽ അറിയപ്പെട്ടിരുന്ന ജില്ലയാണ് ഇത് കൊല്ലം ജില്ല. അതുപോലെ എന്താണ്? കുരക്കേനി എന്ന് തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്ന ജില്ലയാണ് കൊല്ലം. അപ്പോൾ പന്തലായനി എന്നറിയപ്പെട്ടിരുന്നത് മലബാറിലാണെങ്കിൽ കുരക്കേനി എന്ന് തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. തിരുവിതാംകൂർ എന്ന പേരിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ ശക്തി പ്രാപിച്ച നാട്ടുരാജ്യമാണ് ഇത് വേണാട്. തിരുവിതാംകൂർ എന്ന പേരിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ ശക്തി പ്രാപിച്ച നാട്ടുരാജ്യം ഏതാണ്? വേണാടാണ്. വേണാട് രാജ്യത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊല്ലമായിരുന്നു. വേണാട് രാജ്യത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊല്ലമായിരുന്നു. അതുപോലെ ചിറവ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് വേണാടാണ്. ചിറവ സ്വരൂപ് എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? വേണാടാണ്. അതുപോലെ വേണാട് ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് ആര്? ഉമയമ്മ റാണി. വേണാട് ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് ആര്? ഉമയമ്മ റാണി. ഇളയിടത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊട്ടാരക്കരയാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഇളയിടത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊട്ടാരക്കരയാണ്. ചരിത്രത്തിൽ കുരക്കേണി കൊളമ്പം, അതുപോലെ മലൈ, ചൂലം എന്നീ പേരുകളിൽ പരാമർശിച്ചിട്ടുള്ള പ്രദേശമാണ് കൊല്ലം. ചരിത്രത്തിൽ കുരക്കേണി കൊളമ്പം, അതുപോലെ മലൈ, പിന്നെന്താണ് ചൂലം എന്നീ പേരുകളിൽ പരാമർശിച്ചിട്ടുള്ള പ്രദേശമാണ് ഇത് കൊല്ലം പ്രദേശം.
കൊല്ലവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അപ്പം തോമസ് കോട്ട പണി കഴിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കൊല്ലവുമായി ബന്ധം പുലർത്തിയിരുന്ന ആദ്യ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളോ കൊല്ലം സന്ദർശിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1292 ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളോ. അപ്പം മാർക്കോ പോളോ ഏത് രാജ്യത്തെ പൗരനാണ്? ഇറ്റാലിയൻ രാജ്യത്തെ പൗരനാണ്. അപ്പോൾ ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളോ കൊല്ലം സന്ദർശിച്ച വർഷം ഏതാണ്? 1292. കേരളത്തിലെ ഏറ്റവും നല്ല നഗരമെന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ആര്? ഇബ്നു ബത്തൂത്ത. കേരളത്തിലെ ഏറ്റവും നല്ല നഗരമെന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഇബ്നു ബത്തൂത്തയാണ്. ലോകത്തിലെ മികച്ച 5 തുറമുഖങ്ങളിൽ ഒന്നായി കൊല്ലം തുറമുഖത്തെ വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തൂത്തയാണ്. ലോകത്തിലെ ഏറ്റവും 5 തുറമുഖങ്ങളിൽ ഒന്നായി കൊല്ലം തുറമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഇബ്നു ബത്തൂത്തയാണ്. അതുപോലെ അറബി സഞ്ചാരിയായ സുലൈമാൻ കൊല്ലം സന്ദർശിച്ച വർഷം എന്നാണ്? AD 851. അറബി സഞ്ചാരിയായ സുലൈമാൻ കൊല്ലം സന്ദർശിച്ച വർഷം AD 851. കൊല്ലത്ത് തങ്കശ്ശേരിയിൽ പോർച്ചുഗീസുകാർ ട്രേഡിംഗ് പോസ്റ്റ് സ്ഥാപിച്ചത് 1502. കൊല്ലത്ത് തങ്കശ്ശേരിയിൽ പോർച്ചുഗീസുകാർ ട്രേഡിംഗ് പോസ്റ്റ് സ്ഥാപിച്ച വർഷം എന്നാണ്? 1502. വേലുത്തമ്പി ദളവ കുണ്ടറ വിളം പുറപ്പെടുവിച്ച PSC പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് 1809 ജനുവരി 11. ആ ഡേറ്റ് അടക്കം PSC ചോദിച്ചിട്ടുണ്ട്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് 1809 ജനുവരി 11. അതുപോലെ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചതാരാണ്? വേലുത്തമ്പി ദളവയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത്. പ്രാചീന കാലത്തെ ഒരു പ്രധാന തുറമുഖമാണ് ഇത് നെൽക്കണ്ട. തുറമുഖമാണ് നെൽക്കണ്ട. പഴയ കാലത്ത് നെൽക്കിണ്ട എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് നീണ്ടകര. അതുപോലെ കൊയോൺ എന്ന പേര് കൊല്ലം എന്നാക്കിയ വർഷം എന്നാണ്? 1990. കൊയോൺ എന്ന പേര് കൊല്ലം എന്നാക്കി മാറ്റിയ വർഷം എന്താണ്? 1990. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നടന്ന വർഷം എന്താണ്? 1915. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ കല്ലുമാല സമരം നടന്ന വർഷം 1915. അതുപോലെ കല്ലുമാല സമരത്തിന് മറ്റൊരു പേരാണ് പെരിനാട് ലഹള. 1915. വേണാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം രാജാവായിരുന്നതാരാണ്? ചേര ഉദയ മാർത്താണ്ഡവർമ്മയാണ്. 61 വർഷമാണ് ഇദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. വേണാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം രാജാവായിരുന്നത് ചേര ഉദയ മാർത്താണ്ഡവർമ്മയാണ്. 61 വർഷമായിരുന്നു ഇദ്ദേഹം രാജാവായിരുന്നത്. അപ്പം വേണാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം രാജാവായിരുന്നത് ചേര ഉദയ മാർത്താണ്ഡവർമ്മയാണ്. പ്രാചീന കാലത്ത് ദേവലോകക്കര എന്നറിയപ്പെടുന്ന പ്രദേശമാണ് തേവരക്കര. തേവരക്കര. കൊല്ലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 6-ാം ശതകത്തിലെ ഗ്രീക്ക് വിദേശ സഞ്ചാരിയാണ് ആര്? കോസ്മോസ് ഇൻഡിക്കോപൂർസ്റ്റീസ് എന്ന് പറയുന്നത്. കൊല്ലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 6-ാം ശതകത്തിലെ ഗ്രീക്ക് വിദേശ സഞ്ചാരിയാണ് കോസ്മോസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇൻഡിക്കോപൂർസ്റ്റീസ് എന്നും കൂടെ ഓർത്ത് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ തെളിഞ്ഞു വരും. അപ്പോൾ കൊല്ലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 6-ാം ശതകത്തിലെ ഗ്രീക്ക് വിദേശ സഞ്ചാരിയാണ് ആര്? കോസ്മോസ്. അടുത്തത് കൊല്ലത്തെ പറ്റി പരാമർശിക്കുന്ന പ്രാചീന ഗ്രന്ഥമാണിത് ട്രോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന. കൊല്ലത്തെ പറ്റി പരാമർശിക്കുന്ന പ്രാചീന ഗ്രന്ഥം ഏതാണ്? ട്രോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന. ട്രോപ്പോഗ്രാഫിയ ഇൻഡിക്ക
ക്രിസ്ത്യാന എന്ന പ്രാചീന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? കോസ്മോസ് ഇൻഡിക്കോസ്റ്റിസ് ആണ്. ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന എന്ന പ്രാചീന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? കോസ്മോസ് ഇൻഡിക്കോസ്റ്റിസ് ആണ്. അടുത്തത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട 4 ആസ്ഥാനങ്ങളാണ്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം എവിടെയാണ്? ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ്. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അതും കൊല്ലത്താണ്. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം എവിടെയാണ്? അതും കൊല്ലത്താണ്. അതുപോലെ എന്താണ്? SNDPയുടെ ആസ്ഥാനവും എവിടെയാണ്? കൊല്ലത്താണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ്. SNDPയുടെ ആസ്ഥാനവും എവിടെയാണ്? കൊല്ലത്താണ്. അടുത്തത് പ്രസിഡന്റ് ട്രോഫി വള്ളംകളിയെ കുറിച്ച് 2-3 പോയിന്റ്സ് നമുക്ക് നോക്കാം. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. അതുപോലെ എല്ലാ വർഷവും നവംബർ മാസം 1-ാം തീയതിയാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പം 2 പോയിന്റാണ്. എല്ലാ വർഷവും നവംബർ മാസത്തിലാണ്. നവംബർ മാസം 1-ാം തീയതിയാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ട്രോഫിയാണ് വിജയികൾക്ക് സമ്മാനിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ട്രോഫിയാണ് വിജയികൾക്ക് സമ്മാനിക്കുന്നത്. ആദ്യത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടന്നത് എന്നാണ്? 2011 ഓഗസ്റ്റ് 30-ലാണ്. ആദ്യത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടന്നത് 2011 ഓഗസ്റ്റ് 30-നാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയിലെ ആദ്യ വിജയി ആരാണ്? ശ്രീ ഗണേഷ് ചുണ്ടൻ വള്ളമാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയിലെ ആദ്യത്തെ വിജയി ആരാണ്? ശ്രീ ഗണേഷ് ചുണ്ടൻ വള്ളമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഏതാണ്? നീണ്ടക്കരയാണ്. ഇതൊക്കെ പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഏതാണ്? നീണ്ടക്കരയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എവിടെയാണ്? അത് വിഴിഞ്ഞത്താണ്. കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എവിടെയാണ്? വിഴിഞ്ഞത്താണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നീണ്ടക്കരയിലാണ്. കേരളത്തിലെ ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം അതെവിടെയാണ്? കൊല്ലം ജില്ലയിലെ 1000 തെങ്ങാണ്. കേരളത്തിലെ ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? 1000 തെങ്ങ്, കൊല്ലം. അതുപോലെ കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം എവിടെയാണ്? അത് കൊയിലാണ്ടിയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയാണ് കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം എവിടെയാണ്? കൊയിലാണ്ടി. അതുപോലെ അടുത്ത ചോദ്യം, കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏക ടർക്കി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുരീപ്പുഴയാണ്. കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏക ടർക്കി ഫാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ നീര പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കൈപ്പുഴയാണ്. കൊല്ലം ജില്ലയിലെ കൈപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ നീര പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തീരദേശ തൊഴിലാളികൾക്കായി നാഷണൽ ഇൻഫർമേഷൻ സെന്ററിന്റെ സഹായത്തോടെ സാഗര എന്ന ആപ്പ് വികസിപ്പിച്ച ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. തീരദേശ തൊഴിലാളികൾക്കായി നാഷണൽ ഇൻഫർമേഷൻ സെന്ററിന്റെ സഹായത്തോടെ സാഗര എന്ന ആപ്പ് വികസിപ്പിച്ച ജില്ലയാണിത്, കൊല്ലം ജില്ല. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ സമയത്ത് മദ്രാസ് സംസ്ഥാനത്തിലെ തിരുനെൽവേലി ജില്ലയോട് ചേർക്കപ്പെട്ട കൊല്ലം ജില്ലയിലെ താലൂക്കാണ് ചെങ്കോട്ട. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ സമയത്ത് മദ്രാസ് സംസ്ഥാനത്തിലെ തിരുനെൽവേലി ജില്ലയോട് ചേർക്കപ്പെട്ട കൊല്ലം ജില്ലയിലെ താലൂക്കാണ് ചെങ്കോട്ട. അടുത്തത്, കേരളത്തിലെ എരുമ പ്രജനന കേന്ദ്രം എവിടെയാണ്? കുര്യോട്ടുമലയിലാണ്. കൊല്ലം ജില്ലയിലെ കുര്യോട്ടുമലയിലാണ് കേരളത്തിലെ എരുമ പ്രജനന കേന്ദ്രം. അതുപോലെ എന്താണ്? കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലുള്ള അപൂർവ ഗോത്ര വിഭാഗമാണ് ആര്? മലമ്പണ്ടാരം എന്നറിയപ്പെടുന്നത്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുള്ള അപൂർവ ഗോത്ര വിഭാഗമാണ് ഏത്? മലമ്പണ്ടാരം. അതുപോലെ സുജന നന്ദിനി എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപക പത്രാധിപൻ ആരായിരുന്നു? പരവൂർ കേശവ
കേശവനാശാനായിരുന്നു. സുജന നന്ദിനി എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപക പത്രാധിപർ ആയിരുന്ന വ്യക്തി ആരാണ്? പരവൂർ കേശവനാശാനാണ്. പരവൂർ കേശവനാശാനാണ് സുജന നന്ദിനി എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപക പത്രാധിപർ ആയിരുന്നത്. ആരാണ്? പരവൂർ കേശവനാശാനാണ്. കടക്കൽ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? രാഘവൻ പിള്ളയാണ്. കടക്കൽ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? രാഘവൻ പിള്ളയാണ്. അതുപോലെ കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന ആരാണ്? രാഘവൻ പിള്ളയാണ്. അപ്പം കടക്കൽ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? രാഘവൻ പിള്ള. കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? രാഘവൻ പിള്ള തന്നെയാണ്. അതുപോലെ എന്താണ്? കടക്കൽ സമരം നടന്നത് 1938. കടക്കൽ സമരം നടന്ന വർഷം 1938. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികളോട് തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇത് കല്ലട നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലരുവി എവിടെയാണ്? കൊല്ലത്താണ്, കല്ലട നദി. അതുപോലെ എന്താണ്? പൂന്തേനരുവി വെള്ളച്ചാട്ടം എവിടെയാണ്? അത് ഇടുക്കിയിലാണ്. പൂന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അത് പാമ്പാർ നദിയിലാണ്. അപ്പോൾ പാലരുവി കല്ലട നദിയിലാണ്, കൊല്ലം ജില്ലയിലാണ് പാലരുവി. അതുപോലെ പൂന്തേനരുവി പാമ്പാർ നദിയിലാണ്, ഇടുക്കി ജില്ലയിലാണ്. പിന്നെ വരുന്നത് പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ്. ഇത് പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പാലരുവി എവിടെയാണ്? കൊല്ലം, കല്ലട നദിയിലാണ്. പൂന്തേനരുവി ഇടുക്കി, പാമ്പാർ നദിയിലാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയിലാണ്. ഓക്കെ. അടുത്തത് നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. റാങ്ക് ഫയലിൽ കൊടുത്തിട്ടുള്ള ഒരു കോളമാണ്. നമുക്കതൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. കേരള സിറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറയാണ്. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നോക്കുന്നത്. കേരള സിറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറയാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എവിടെയാണ്? കൊട്ടാരക്കരയാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൊട്ടാരക്കരയാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എവിടെയാണ്? ചവറയാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് PSC ചോദിച്ചിട്ടുണ്ട്, ചവറയാണ്. അതുപോലെ കേരള സിറാമിക്സ് PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡും എവിടെയാണ്? ചവറയിലാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് എവിടെയാണ്? ചവറയിലാണ്. അതുപോലെ എന്താണ്? കേരള പ്രമോ പൈപ്പ് ഫാക്ടറി ലിമിറ്റഡ് എവിടെയാണ്? അതും എവിടെയാണ്? ചവറയിലാണ്. അപ്പം ചവറയിലെ 3 സ്ഥാപനങ്ങളാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്, അതുപോലെ കേരള പ്രമോ പൈപ്പ് ഫാക്ടറി ലിമിറ്റഡ്. ഇത് 3ഉം എവിടെയാണ്? ചവറയിലാണ്. പിന്നെ വരുന്നത് കേരള ആഗ്രോ ഫ്രൂട്ട് പ്രോഡക്ട്സ് എവിടെയാണ്? പുനലൂരാണ്. കേരള ആഗ്രോ ഫ്രൂട്ട് പ്രോഡക്ട്സ് എവിടെയാണ്? പുനലൂരാണ്. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ എവിടെയാണ്? അതും പുനലൂരാണ്. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ എവിടെയാണ്? പുനലൂരാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് നീണ്ടക്കരയാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നീണ്ടക്കരയാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം ചോദിച്ചിട്ടുണ്ട്. ആശ്രാമത്താണ്. കൊല്ലം ജില്ലയിലെ ആശ്രാമത്താണ് കേരളത്തിലെ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയാണ്? അതായത് കാപ്പെക്സ് എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. അത് കൊല്ലം ജില്ലയിലെ മുണ്ടക്കലാണ്. കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയാണ്? കൊല്ലം ജില്ലയിലെ മുണ്ടക്കലാണ്. കാപ്പെക്സ് ചിലപ്പം PSC ഇങ്ങനെയായിരിക്കും ചോദിക്കുക. കാപ്പെക്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുണ്ടക്കൽ. കൊല്ലം ജില്ലയിലെ മുണ്ടക്കലാണ് കാപ്പെക്സിൻ്റെ ആസ്ഥാനം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എവിടെയാണ്? അത് വെള്ളിമൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിലെ വെള്ളിമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വർഷങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു പോയതാണ്. റാങ്ക് ഫയൽ ഇങ്ങനെ ഒരു കോളം കൊടുത്തുകൊണ്ട് ഞാനിവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. കുണ്ടറ വിളംബരം എന്നാണ് 1809. പുനലൂർ തൂക്കുപാലം എന്നാണ് സ്ഥാപിച്ചത് 1877.
അതുപോലെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസോ 1902. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ പാത 1904. മയ്യനാട് നിന്നും കേരള കൗമുദി പത്രം ആരംഭിച്ച വർഷം എന്നാണ്? 1911. പെരിനാട് ലഹള 1915. അതുപോലെ എന്താണ്? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് 1953 നിലവിൽ വന്നത്. ലക്ഷം വീട് പദ്ധതിയോ 1972. ഷെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥാപിതമായത് 1984. പെരുമൺ തീവണ്ടി അപകടം 1988. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ടപകടം 2016. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ടും പഠിച്ചു പോയതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന സമയത്ത് നമുക്കത് കൂടുതൽ മനസ്സിൽ അത് ഹൃദ്യസ്ഥമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1809 കുണ്ട്ര വിളംബരം, 1877 പുനലൂർ തൂക്കുപാലം, 1902 തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്, 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈന്, 1911 മയ്യനാട് നിന്നും കേരള കൗമുദി പത്രം ആരംഭിച്ചു, 1915 പെരിനാട് ലഹള, 1953 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്, 1972 ലക്ഷം വീട് പദ്ധതി, അതുപോലെ എന്താണ് 1984 ഷെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥാപിതമായി, 1988 പെരുമൺ തീവണ്ടി ദുരന്തം, അതുപോലെ 2016 പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ടപകടം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ രാവിലെ നമ്മൾ SCRTയുടെ ഓഡിയോ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡെയിലി ഇനിയിപ്പോൾ 2 വീഡിയോസ് ഉണ്ടാകും. ഒന്ന് പുതിയ SCRTയുടെ ക്ലാസ് ഉണ്ടാവും, പിന്നെ LGS സിലബസുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാകും. അപ്പോൾ പരമാവധി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എക്സാമിന് മുമ്പ് എന്തായാലും ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ PDF ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലഭിക്കുവാനായി കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. അതിലും ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.